പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ പുസ്തകങ്ങൾ ഒരേ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ അവസരമൊരുക്കി കാർനെറ്റ് ബുക്സ്. പയ്യന്നൂരിലെ സ്കന്ദ റെസിഡൻസിയാണ് വിരളവും വേറിട്ടതുമായ സാംസ്കാരിക ചടങ്ങിന് വേദിയായത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. 7 പുസ്തകങ്ങളാണ് കാർനെറ്റ് ബുക്സ് പയ്യന്നൂരിലെ സ്കന്ദ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനക്കാർക്കായി സമർപ്പിച്ചത്. ഡോക്ടർ സോമൻ കടലൂരിൻ്റെ മനസ്സിൽ പാർക്കുന്ന മനുഷ്യൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശനം ചെയ്തു. AR ആതിര ഏറ്റുവാങ്ങി. GP രാമചന്ദ്രൻ രചിച്ച നാഗരികതയുടെ പിരമിഡുകൾ, പവിത്രൻ തീക്കുനിയുടെ തീപ്പൂവ് എന്നീ കൃതികൾ പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ, ഗംഗാധരൻ കരിവള്ളൂർ, തേജസ്വിനി എന്നിവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. പ്രകാശൻ കരിവള്ളൂരിൻ്റെ മലയാള സിനിമയിലെ ചാക്യാരും ചാപ്ലിനും എന്ന കൃതി സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണനാണ് പ്രകാശനം ചെയ്തത്. പയ്യാടക്കത്ത് രവീന്ദ്രൻ ആദ്യപ്രതി സ്വീകരിച്ചു. കുഞ്ഞപ്പ പട്ടാനൂരിൻ്റെ ഭൂമിയുടെ ജീവശാസ്ത്രം ഡോക്ടർ സോമൻ കടലൂരിൽ നിന്ന് വിനോദാലന്തട്ട ഏറ്റുവാങ്ങി. സുജിത്ത് കയ്യൂരിൻ്റെ കാക്കപ്പൂക്കൾക്കും ചിലത് പറയാനുണ്ട് എന്ന പുസ്തകം MV രഞ്ജുവിന് നൽകിക്കൊണ്ട് പവിത്രൻ തീക്കുനിയാണ് പ്രകാശനം ചെയ്തത്. മണികണ്ഠൻ കരിന്തളം രചിച്ച അപരാജിതൻ്റെ പ്രകാശനം മൈസൂനഹാനിക്ക് നൽകിക്കൊണ്ട് GP രാമചന്ദ്രൻ നിർവഹിച്ചു. സാഹിത്യകൃതികൾ മനുഷ്യജീവിതത്തെ സർഗാത്മകമായി പുതുക്കുകയും നവോന്മേഷം പകർന്നു നൽകുകയും ചെയ്യുന്നുവെന്ന് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിൻ്റെ ഭീഷണമുഖത്ത് ആരും സുരക്ഷിതരല്ലെന്നതും പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അത് 20 ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. സോമൻ കടലൂര് ഉപന്യാസകാരനാണോ എന്ന് ചോദിച്ചാൽ ഉപന്യാസങ്ങളുടെ ഒരു സമാഹാരമാണ്. അദ്ദേഹം മലയാളത്തിൽ വളരെ അറിയപ്പെടുന്ന പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ചിത്രകാരനാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വാഗ്മിയാണ്. അങ്ങനെ പല നിലകളിൽ നാടോടി വിജ്ഞാനീയത്തിൽ കേരളത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വിരാജിക്കുന്ന ഒരു എഴുത്തുകാരനാണ് സോമൻ കടലൂർ. ഞങ്ങളും ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ഒരു ഹൃദയ ബന്ധമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് മനസ്സിൽ പാർക്കുന്ന മനുഷ്യർ. 10-20ഓളം മനുഷ്യരെ കുറിച്ചാണ്. MN വിജയൻ തൊട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയുള്ള ഏറ്റവും പുതിയ എഴുത്തുകാരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ 10-20 പേരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. കാർനെറ്റ് ബുക്സിന്റെ പത്രാധിപർ ഗൗരിദാസൻ നായർ സ്വാഗതം പറഞ്ഞു. പവിത്രൻ തീക്കുനി, GP രാമചന്ദ്രൻ, പ്രകാശൻ കരിവള്ളൂർ, കുഞ്ഞപ്പ പട്ടാനൂർ, സുജിത്ത് കയ്യൂർ, മണികണ്ഠൻ കരിന്തളം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കാർനെറ്റ് ജനറൽ മാനേജർ വിശോഭ വിജയൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പുസ്തക കിറ്റ് നൽകിക്കൊണ്ട് അനുമോദിച്ചു. സോമൻ കടലൂർ നന്ദി പറഞ്ഞു. നിറഞ്ഞ സദസ്സ് നിശബ്ദതയുടെ ഗാംഭീര്യത്തോടെ പരിപാടി പൂർത്തിയാകും വരെ കൂടെ നിന്നു. ഒറ്റ മനസ്സോടെ വലുപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ ഒരു സാഹിത്യോത്സവം പോലെയാണ് കാർനെറ്റ് പ്രകാശനം കൊണ്ടാടിയത്. ജിനേഷ് കുമാർ എരമം ഉൾപ്പെടെയുള്ള പ്രഗത്ഭ എഴുത്തുകാരും സാഹിത്യ കുതുകികളും പുതിയ എഴുത്തുകാരും കുടുംബസമേതമെത്തിയ സഹൃദയരും പുസ്തക പ്രകാശന പരിപാടിയെ അപൂർവ അനുഭവമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.